വോട്ടുകളുടെയും EVM വോട്ടുകളുടെയും ശതമാനം പുറത്തുവിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 79.63%. ഇതനുസരിച്ച് പോളിംഗ് സർവീസ് വോട്ടുകൾ ഉൾപ്പെടുത്തതോടെ അന്തിമ കണക്ക് മാറുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. കണക്കുകൾ പുറത്തുവിടാൻ വൈകിട്ടില്ലെന്നും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 3 ദിവസമേ ആയിട്ടുള്ളൂ എന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഖേൽക്കർ അറിയിച്ചു. വിവരങ്ങളുമായി ഡി ബിനോയാണ് ഉള്ളത്. ബിനോയ്, ഇപ്പോൾ തപാൽ വോട്ടുകളും EVM വോട്ടുകളുടെയൊക്കെ ശതമാനം പുറത്തിട്ടിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വലിയൊരു പ്രതിഷേധമായിരുന്നു ഈ ഒരു അവസാന പോളിംഗ് ശതമാനം പുറത്തുവിടുന്നില്ല എന്ന് കാണിച്ച് വലിയ പ്രതിഷേധത്തിന് ശേഷമാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തരത്തിൽ വോട്ടുകളുടെയൊക്കെ എത്രത്തോളം ഉണ്ട്, പോളിംഗ് ശതമാനമുണ്ട് എന്നുള്ള കണക്കുകൾ പുറത്തുവിട്ടിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? അവസാന കണക്ക് പുറത്തു വരുമ്പോഴേക്കും 79.63% പോളിംഗ് ഉയർന്നിട്ടുണ്ട്. ഇനി സർവീസ് വോട്ടുകളുടെ കണക്കുകൾ കൂടി കിട്ടുമ്പോൾ ഏകദേശം 80% മുകളിൽ എത്തുമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു വിലയിരുത്തൽ. നേരത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിരുന്നത് പോളിംഗ് ശതമാനം 85 ഉയരും എന്നാണ്. ഇതിനു മുമ്പ് ഏകദേശം 79 മുകളിലേക്ക് എത്തിയിരുന്നത് 1987 അതിനുശേഷം ഇപ്പോഴാണ് 79% മുകളിലേക്ക് പോളിംഗ് ശതമാനം ഉയർന്നിരിക്കുന്നത്. നേരത്തെ പോസ്റ്റൽ വോട്ടുകൾ എണ്ണാതെ തന്നെ പോസ്റ്റൽ വോട്ടുകൾ കൂടി കണക്ക് കൂട്ടാതെ തന്നെ 77% മുകളിൽ വരെ എത്തിയിരുന്നു. ഇപ്പോൾ ഇനി സർവീസ് വോട്ടുകളുടെ കണക്കുകൾ കൂടി കിട്ടിയാൽ മതിയാകും. അത് ഏകദേശം 55,000 പുറത്ത് വോട്ടുകൾ ഉണ്ട് എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഏകദേശം 80% അടുത്ത് വരും എന്ന പ്രതീക്ഷയും ഇലക്ഷൻ കമ്മീഷൻ പങ്കുവയ്ക്കുന്നുണ്ട്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം വടക്കൻ ജില്ലകളിലെ പോളിംഗ്, പ്രത്യേകിച്ചും കാസർഗോഡ്, അതുപോലെ തന്നെ കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ പല മണ്ഡലങ്ങളിലും പോളിംഗ് ശതമാനം 80 മുകളിലാണ്. മുഖ്യമന്ത്രി മത്സരിച്ച ധർമ്മടം മണ്ഡലത്തിൽ പോളിംഗ് ശതമാനം നിലവിൽ ഇപ്പോൾ കാണിക്കുന്നത് 81%. അതായത് 81% ആളുകൾ മുഖ്യമന്ത്രിയുടെ നിയമസഭാ മണ്ഡലമായ ധർമ്മടത്ത് വോട്ട് രേഖപ്പെടുത്തി. എലത്തൂരിലും 82% ആളുകൾ പോൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ 2 സ്ഥലങ്ങളിലും ഏറ്റവും കൂടുതൽ സ്ത്രീ വോട്ടർമാരാണ് വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. കാസർഗോഡ്, മഞ്ചേശ്വരത്ത് 80% മുകളിലാണ് പോളിംഗ്. തൊട്ടു പിന്നാലെ വരുമ്പോൾ കോഴിക്കോട് പല മണ്ഡലങ്ങളിലും ഏകദേശം 5ഓളം മണ്ഡലങ്ങളിൽ 80 മുകളിൽ പോളിംഗ് ശതമാനം. ബേപ്പൂർ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിലൊക്കെ തന്നെ, ബേപ്പൂരിൽ കടുത്ത മത്സരം നടന്ന ഒരു മണ്ഡലം കൂടിയാണ്. ബേപ്പൂരിൽ അവിടുത്തെ പോളിംഗ് ശതമാനം 81 മുകളിലാണ്. അങ്ങനെ പല സ്ഥലങ്ങളിലും പോളിംഗ് ശതമാനം വളരെ അധികം കൂടി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് വടക്കൻ ജില്ലകളിൽ. തെക്കൻ ജില്ലകളിലേക്ക് വരുമ്പോൾ നേമത്ത് പോളിംഗ് ശതമാനം 80 മുകളിലാണ്. അതേസമയം ഏറ്റവും കുറവ് പോളിംഗ് ശതമാനം കാണിക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ റാന്നിയിലും തിരുവല്ലയിലുമാണ്. 2 ഇടങ്ങളിലും 69, 68% പോളിംഗ് മാത്രമേ നടന്നിട്ടുള്ളൂ. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ 72, 75 മുകളിൽ വരെ പോളിംഗ് നടക്കുന്നു. ആവറേജ് ശതമാനം നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ 75 മുകളിലാണ് ഒട്ടുമിക്ക സ്ഥലങ്ങളിലും പോളിംഗ് നടന്നിട്ടുള്ളത്. കടുത്ത മത്സരങ്ങൾ നടന്നിട്ടുള്ള ഒട്ടുമിക്ക മണ്ഡലങ്ങളിലും പോളിംഗ് ശതമാനം വളരെയധികം ഉയർന്നിട്ടുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ ഏറ്റവും കൂടുതൽ സീറ്റുകൾ കിട്ടും എന്ന് ഇടതുമുന്നണിയും ഒപ്പം തന്നെ ഐക്യ ജനാധിപത്യ മുന്നണിയും ഒരുപോലെ അവകാശവാദം ഉന്നയിക്കുന്ന കണ്ണൂർ, കാസർഗോഡ്, മലപ്പുറം ജില്ലകളിൽ, പ്രത്യേകിച്ചും വടക്കൻ ജില്ലകളിലെ പ്രധാനപ്പെട്ട മേഖലകളായ വയനാട് ഉൾപ്പെടെ കാസർഗോഡ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പോളിംഗ് ശതമാനം വളരെയധികം ഉയർന്നിട്ടുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. മാത്രവുമല്ല, വനിതാ വോട്ടർമാർ ഈ നിയമസഭാ മണ്ഡലങ്ങളിലൊക്കെ തന്നെ വളരെയധികം വോട്ടുകൾ രേഖപ്പെടുത്തിയിട്ടുള്ളതായും കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത് തന്നെയാണ് ഇടതുമുന്നണിയും ഐക്യ ജനാധിപത്യ മുന്നണിയും ഒരുപോലെ വിജയം അവകാശപ്പെടുന്നത്. പ്രത്യേകിച്ചും 1987 ശേഷം ഇത്രയധികം പോളിംഗ് ഉയർന്ന് കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ സാധാരണഗതിയിൽ പോളിംഗ് ശതമാനം കൂടുന്ന ഒരു പതിവുണ്ടെങ്കിൽ തന്നെയും ഇത്തരം ഒരു പോളിംഗ് ശതമാനത്തിലേക്ക് വന്നിട്ടില്ല. SIRന് ശേഷം നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ ഈ നേരത്തെ തന്നെ ഈ SIRന് ശേഷം 24 ലക്ഷം പേരാണ് വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തു പോയിരുന്നത്. പിന്നെ ഹിയറിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തി ഏകദേശം 16 ലക്ഷം പേർ വീണ്ടും വോട്ടർ പട്ടികയിലേക്ക് തിരിച്ചു വരികയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഒരു ശുദ്ധീകരിക്കപ്പെട്ട വോട്ടർ പട്ടികയിലെ അല്ലെങ്കിൽ വോട്ടർ പട്ടികയെ ആധാരമാക്കി നടത്തിയ തെരഞ്ഞെടുപ്പിലാണ് ഇത്രയധികം പോളിംഗ് ശതമാനം ഉയർന്നിട്ടുള്ളത് എന്നുള്ളത് ആണ് ഇരു മുന്നണികളും വലിയ തരത്തിൽ അവകാശവാദം ഉന്നയിക്കുന്നത്. 1987 കാര്യങ്ങളും അന്നത്തെ രാഷ്ട്രീയ സാഹചര്യവും ഒക്കെ തന്നെ ചർച്ചയാക്കാൻ ഇടതുമുന്നണി ഉൾപ്പെടെ തയ്യാറാകുന്നുണ്ട്. എന്തായാലും ഈ ഇപ്പോഴെല്ലാവരുടെയും ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച ഈ സ്ത്രീ വോട്ടർമാരുടെ വോട്ട് ഇത്രയധികം കൂടാൻ ഇടയായ സാഹചര്യം എന്ത് എന്നുള്ളതിനെ കുറിച്ചാണ്. ഇത് ആർക്ക് അനുകൂലമാകുമെന്ന കാര്യത്തെക്കുറിച്ചും വലിയ തരത്തിലുള്ള ചർച്ചയായി മാറപ്പെടുന്നുണ്ട്. കാരണം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന ഇടതുമുന്നണി സർക്കാരിന്റെ ഭരണത്തിൽ
സ്ത്രീകൾക്ക് വേണ്ടി നടപ്പിലാക്കിയ പദ്ധതികളിൽ ഉള്ള താല്പര്യമാണോ അതോ അതിനും അപ്പുറത്തേക്ക് ഈ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം ഇത്തരം കാര്യങ്ങളിലാണോ സ്ത്രീ വോട്ടർമാർ വോട്ട് ചെയ്തതല്ല. ഇന്ദിരാ ഗ്യാരണ്ടി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് UDFന്റെ പുതിയ കർമ്മ പദ്ധതികൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രകടന പത്രികയിലാണോ സ്ത്രീ വോട്ടർമാരുടെ വിശ്വാസം എന്നുള്ളതാണ് അറിയേണ്ടത്. ഇതാണ് പലർക്കും ഒരു തരത്തിൽ അല്ലെങ്കിൽ വേറൊരു തരത്തിൽ ആശങ്ക ഇടതുമുന്നണിയിലും ഐക്യ ജനാധിപത്യ മുന്നണിയിലും ഉയർത്തിയിട്ടുള്ളത്. കാരണം ഇത്രയധികം സ്ത്രീ വോട്ടർമാർ വോട്ട് ചെയ്യാനിടയായ സാഹചര്യം എങ്ങനെയാണ് എന്നുള്ള കാര്യത്തെ കുറിച്ചാണ്. അതേസമയം BJPയും വലിയ തരത്തിൽ ഈ വോട്ടർ ശതമാനം കൂടിയതിനെ കുറിച്ച് അവർക്കും പ്രതീക്ഷ പങ്കുവയ്ക്കുന്നുണ്ട്. കാരണം മോദിയുടെ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് താല്പര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഒരു വോട്ടിംഗ് ശതമാനം കൂടിയതെന്ന് ഈ BJPയും പ്രതീക്ഷ പങ്കുവെച്ചുകൊണ്ട് പറയുന്നുണ്ട്. എന്തായാലും മൂന്ന് മുന്നണികളും പോളിംഗ് ശതമാനം കൂടിയതിൽ വലിയ തരത്തിലുള്ള പ്രതീക്ഷ പങ്കുവെക്കുന്നുണ്ട്. അതേസമയം ഇവിടെ ഭരണവിരുദ്ധ വികാരമോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ചർച്ച ചെയ്യപ്പെടുന്നില്ല. അതിനും അപ്പുറത്തേക്ക് ആർക്ക് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തി ആര് നിയമസഭയിലേക്ക് ഇനി എത്തുമെന്ന കാര്യമാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസം CPIM അവരുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നെങ്കിലും അതിൽ വലിയ തരത്തിൽ വിജയപ്രതീക്ഷ പങ്കുവയ്ക്കുകയും 90% വോട്ട് ഇടതുമുന്നണി നേടി അധികാരത്തിൽ വരും എന്ന് പറയുകയും ചെയ്തിരുന്നു. അന്ന് അവർ പ്രധാനമായും പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ വോട്ടർ പട്ടികയിലുണ്ടായ ശുദ്ധീകരണത്തിന് ശേഷം പുറത്തു വന്നിരിക്കുന്ന കൃത്യമായ ഒരു വോട്ടർ പട്ടികയാണ്. ആ വോട്ടർ പട്ടികയിൽ പരമാവധി ആളുകൾ വോട്ട് രേഖപ്പെടുത്തി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. അതുകൊണ്ട് തന്നെ ആ വോട്ടുകൾ ഇടതുമുന്നണിക്ക് അനുകൂലമാണെന്നുള്ള ഒരു അഭിപ്രായം കൂടി ഇടതുമുന്നണി അല്ലെങ്കിൽ CPIM പങ്കുവയ്ക്കുന്നുണ്ട്. ഐക്യജനാധിപത്യ മുന്നണി അങ്ങനെയല്ല. ഇത് ഭരണവിരുദ്ധ വികാരം വളരെയധികം അലയടിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം. അതുകൊണ്ടാണ് ഇത്രയധികം പോളിംഗ് ശതമാനം കൂടിയിട്ടുള്ളത്. എന്തായാലും ഇനി ഫലം വരുന്ന ദിവസം വരെ ഈ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള അവകാശവാദങ്ങളുമായി പാർട്ടികളും അതുപോലെ തന്നെ മുന്നണികളും കാത്തിരിക്കേണ്ടി വരും എന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. പ്രത്യേകിച്ചും ഈ പോളിംഗ് ശതമാനം വർദ്ധിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ. ശരി, വ്യക്തമാണ്. തപാൽ വോട്ടുകളുടെയും EVM വോട്ടുകളുടെയും ഒക്കെ ശതമാനം പുറത്തുവിട്ടിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 79.63% ഇതനുസരിച്ചുള്ള പോളിംഗ് ശതമാനം. സർവീസ് വോട്ടുകളൊക്കെ ഉൾപ്പെടുത്തുന്നതോടെ അന്തിമ കണക്ക് മാറുമെന്നാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും കണക്കുകൾ പുറത്തുവിടാൻ വൈകിട്ടില്ല എന്നും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 3 ദിവസമേ ആയിട്ടുള്ളൂ എന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ അറിയിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് D ബിനോയാണ്.